എല്ലാവരും കടകളിൽ പോയി പഴമാണ് വാങ്ങുന്നത്. വാഴയെ കുറിച്ച് ആരും ഓർക്കുന്നില്ല. വാഴയെ കുറിച്ച് ഓർക്കണം. ഇപ്പോഴത്തെ ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര ഒരു വാഴ എല്ലാരും അവഗണിക്കുന്ന സാധനം. നമ്മളെ പടം നമ്മള് പറയാൻ പാടില്ല. ഒരു ക്യാരക്ടർ ഇടുന്നുണ്ട്, അത് അടിപൊളിയാണ്. വളരെ സന്തോഷം. യൂത്തിന് വേണ്ടി യൂത്തിന്റെ പടം, യൂത്തിന്റെ എല്ലാ ഫീലിങ്സും ഒപ്പിയെടുത്തിരിക്കുന്ന പടം, എല്ലാ ജനറേഷൻസിനും ഇഷ്ടപ്പെടുന്ന പടമാണ്. യൂത്തിന്റെ പ്രശ്നങ്ങൾ ഇത്ര നന്നായിട്ട് കൈകാര്യം ചെയ്ത ഒരു പടം അടുത്ത കാലത്ത് എങ്ങും വന്നിട്ടില്ല. അതും വിദ്യാർത്ഥികൾ എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ്. ഓരോ വീട്ടിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ. അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണിപ്പോ, അതെങ്ങനെ ആയിരിക്കണം, അതെല്ലാം ഈ സിനിമയിലുണ്ട്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഫിലിം, എന്നാൽ ഒരുപാട് ചിരിക്കാനുണ്ട്. അടിച്ചേൽപ്പിക്കാത്ത മെസ്സേജ്, വളരെ ഉണ്ടല്ലോ, എല്ലാരും ഉണ്ട് ഇവിടെ. ആ ഒരു ഫീൽ തന്നെയാണ്. കാരണം ഇത് ഒരു യൂത്തിന് ഒന്നുകൂടെ ഇഷ്ടപ്പെടുന്ന പടമാണ്. യൂത്താണ് ഇത് ആവേശത്തോടെ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. യൂത്തിന്റെ കൂടെ നമ്മൾ നിൽക്കും. യൂത്തിന്റെ കൂടെ നമ്മൾ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. അതെ, വാഴ എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല. ഈ സിനിമ കണ്ടുമ്പോൾ മനസ്സിലാവുമല്ലോ. നമ്മളെല്ലാവരും വാഴയുമായിട്ട് അടുത്ത ബന്ധമാണ്. നമുക്ക് എല്ലാവരും കടകളിൽ പോയി പഴമാണ് വാങ്ങുന്നത്. വാഴയെ കുറിച്ച് ആരും ഓർക്കുന്നില്ല. വാഴയെ കുറിച്ച് ഓർക്കണം അല്ലേ? അടിപൊളി സിനിമയായിരുന്നു. സ്പെഷ്യൽ മെൻഷൻ ആഷിറിന് ഒരുപാട് ഫാൻസ് വരുന്നതോടെ. പിന്നെ അതേപോലെ അച്ഛന്മാരായിട്ട് അഭിനയിച്ച ആൾക്കാര്, പിന്നെ ജോമോൻഡി ജോസറൊക്കെ ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സെക്കൻഡ് പാർട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ വരും. ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ മറ്റേ മാമന്മാരൊക്കെ വന്നിട്ട് കല്യാണമൊന്നും ആയില്ലേ, പഠിക്കുന്നില്ലേ, സപ്ലൈ ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ ഒരു ഭയങ്കര ഒരു റിപ്ലൈ ആയിരിക്കും ഒരു സിനിമ. അപ്പൊ ഇതോടെ മാമന്മാരുടെ ഒന്ന് തീർന്നു കിട്ടും. ഹാഷിർ വിളിച്ചു, എന്റെ കസിൻ ഉണ്ടായിരുന്നു അർജുൻ, എന്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി പറ വന്ന് കാണുക, നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇപ്പോഴത്തെ ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര ഒരു വാഴ എല്ലാരും അവഗണിക്കുന്ന സാധനം. അടിപൊളിയായിരുന്നു, അടിപൊളി പടം. എല്ലാവർക്കും ഇഷ്ടം, വന്ന് കാണണം, ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വോയിസിന് കണക്ട് ആണ്. വോയിസിന് മാത്രമല്ല, ഒരു ഇടയ്ക്കൊരു ക്യാരക്ടർ ഇടുന്നുണ്ട്, അത് അടിപൊളിയാണ്. എല്ലാം അടിപൊളി, എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു പലതും. ഞാനത് അഭിനയിച്ചിട്ടുണ്ട് ഒരു അച്ഛനായിട്ട്. എല്ലാരും പോയി കാണണം. ഭയങ്കര റെസ്പോൺസ് ആണ്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഭയങ്കര റെസ്പോൺസ്. കോമഡീസിനൊക്കെ നല്ല ക്ലാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ ടൈം കോമഡിയാണ്, ഇമോഷൻ ഉണ്ട്. അടിപൊളി. നമ്മളെ പടം നമ്മള് പറയാൻ പാടില്ല. ജഗദീഷണ്ണൊക്കെ എല്ലാവരും, അച്ഛന്മാരെ സത്യം പറയാ ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അച്ഛന്മാരെ ആൺകുട്ടികളെ പടമാണെങ്കിലും അമ്മമാർക്കും സഹോദരിമാർക്കൊക്കെ ഇത് കാണുന്നുണ്ട്. സെറ്റായിരുന്നു, എല്ലാരും ഒരേ രീതിയിൽ ചെയ്തു. ഇമോഷണൽ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഹാഷിറിന്റെ ഓരോ നോട്ടം വരെ ചെയ്തായിരുന്നു. ഹാഷിർ, ജോമോയ്, പിന്നെ അമിതേട്ടൻ, പിന്നെ എല്ലാരും ഉണ്ട്. സാഫ്, ജോമോൻ ചേട്ടനൊക്കെ സാഫ് നല്ലതായിരുന്നു. എല്ലാം നല്ലൊരു എല്ലാവരും നല്ലൊരു ചെയ്തിട്ടുണ്ട്.